ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസങ്ങളായി നമ്മൾ കരയിലും വെള്ളത്തിലും ഒക്കെ ആയിട്ടുള്ള പല പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് വാനനിരീക്ഷണമായാലോ. വാനനിരീക്ഷണം കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നതാണ്. മൊബൈൽ വഴി എങ്ങനെ നമ്മൾ ഗ്രഹങ്ങളെയൊക്കെ സൂം ചെയ്ത് കാണാം, എങ്ങനെ നമുക്ക് കാണാമെന്നുള്ളൊരു വീഡിയോ. ഇതെങ്ങനെ തിരിച്ചറിയാം, ജുപ്പിറ്ററിനെ നമുക്കൊന്ന് മൊബൈൽ വഴി കണ്ടാലോ, നോക്കാം. ഞാനിത് ഇന്ന് നല്ല തെളിഞ്ഞ ആകാശമാണ്, അപ്പം നമുക്ക് നോക്കാം. മഴയൊക്കെ പെയ്ത് മാറി നല്ല തെളിഞ്ഞ ആകാശത്ത് ഇതിപ്പോൾ കാണാൻ പറ്റും. നക്ഷത്രങ്ങളൊന്നും പുറത്ത് കാണുന്നില്ല, എന്നാലും നമുക്കിത് കാണാൻ പറ്റും. നോക്കാം. എൻ്റെ മൊബൈലിൽ വേറെ ക്യാമറ വഴിയല്ല, അല്ലാതെ മൊബൈൽ വഴി നമുക്ക് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിക്കാം നിങ്ങളെ. ഓക്കെ, ഈ ആരോ മാർക്കിനോട് കയറുന്ന റൗണ്ടിനുള്ളിൽ ഒരു 1%, 2% കാണിക്കുന്നില്ല. അത് ജുപ്പിറ്ററിനോട് അടുത്ത് എത്രമാത്രം ദൂരമാണ്, 2%, 3% ആ ഒരു രീതിയിലാണ് എനിക്ക് എപ്പോഴും കാണിക്കുന്നത്. ജുപ്പിറ്റർ അടുത്ത് വരുംതോറും അതുണ്ടാവും, കണ്ടോ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ, അത് മൈനസ് ആയിക്കൊണ്ടേയിരിക്കും. കണ്ടോ, ഇതാണ് ജുപ്പിറ്റർ. കണ്ടോ 1% ആണ്, എത്രമാത്രം അടുത്ത് വന്നു കഴിഞ്ഞു. കണ്ടോ, ജുപ്പിറ്ററാണ് നിൽക്കുന്നത്. വാ, വേറൊരു നക്ഷത്രം കൂടെ കാണിച്ചു തരാം. കപ്പ ജെമിനോറം എന്ന് പറയുന്നൊരു വേറൊരു സ്റ്റാറുണ്ട്. അതും ഒരു നക്ഷത്രമാണ്, നക്ഷത്രഗ്രഹമാണത്. കണ്ടോ, കണ്ടോ, ഇതാണ് കപ്പ ജെമിനോറം എന്ന് പറയുന്ന സ്റ്റാർ. കപ്പ ജെമിനോറം നമ്മുടെ മിഥുനം രാശി എന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ, കണ്ടോ കപ്പ ജെമിനോറം. മൊബൈൽ കൈ പിടിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപാട് ഷേക്ക് ആവുന്നത്. ഇതെവിടെയെങ്കിലും ട്രൈപോഡിലോ എവിടെയെങ്കിലും നമ്മുടെ എന്തെങ്കിലും കല്ലിലോ എവിടെയെങ്കിലും സ്റ്റാരി വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇതിപ്പം ഞാൻ ഒരുപാട് ഷേക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി അതിൻ്റെ ക്ലാരിറ്റി ഇല്ലാതായി പോയത്. കറക്റ്റായിട്ട് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ട്രൈപോഡ് വെച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും. കണ്ടോ, ജുപ്പിറ്ററിൻ്റെ സ്ഥാനം കണ്ടായിരുന്നോ, ജുപ്പിറ്ററിന്